ഹലോ, ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ബാസ്മതി റൈസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 4 പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ളതുണ്ട്. 2-3 തവണ കഴുകി വെള്ളം വാർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് വലുതായിട്ട് അരിഞ്ഞത്, പിന്നെ സവാള, വെളുത്തുള്ളി ഒരു 3 എണ്ണം, ഇഞ്ചി ചെറിയ കഷ്ണം, പച്ചമുളക് 5 എണ്ണം, ക്യാരറ്റ്, തക്കാളി. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പ്രധാനമായിട്ട് കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങിനെ, വലിയ ഉരുളക്കിഴങ്ങിനെ ഇത്രയും വലിയ കഷ്ണങ്ങളായിട്ട് 4 ആക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ക്യാരറ്റും തക്കാളിയും ഉരുളക്കിഴങ്ങും ഒഴികെ ബാക്കിയെല്ലാം കൂടെ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാരറ്റ് ഞാനൊരു 2 എണ്ണം എടുത്തിട്ടുണ്ട്, തക്കാളി 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രഷ് ചെയ്തെടുക്കാനുള്ള സാധനങ്ങളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള. അപ്പോൾ സവാളയൊക്കെ ഒരു 4 എണ്ണം എടുത്താൽ മതിയാവും, മീഡിയം വലിപ്പമുള്ളതാണെങ്കിൽ. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് പുതിനയിലയും മല്ലിയിലയും കൂടെ ഒരുമിച്ച് അരിഞ്ഞു വെച്ചതാണ് കേട്ടോ. ഒരു 3 പിടിയോളം കാണും. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച സാധനങ്ങളെല്ലാം കൂടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അരഞ്ഞു പോകാനും പാടില്ല, എന്തെങ്കിലും കഷ്ണങ്ങളായി കെടുക്കാനും പാടില്ല. അപ്പോൾ അതൊന്ന് വളരെ കുറച്ച് സമയം മാത്രം ഒറ്റ കറക്കൽ, അങ്ങനെ ഒരു 2-3 തവണ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ. ഞാനിവിടെ ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇഷ്ടമില്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പൊട്ടറ്റോ ഫ്രൈ ഇഷ്ടമല്ലാത്തവരാരും കാണില്ല. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയോട് കൂടിയിട്ടുള്ള ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ കുക്കർ ചൂടായി വരുന്നതേ ഉള്ളൂ. ഒന്ന് ഫ്രൈ ആയി വരണം കേട്ടോ. ഡീപ്പ് ഫ്രൈ അല്ല നമ്മൾ ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് നമ്മൾ ഫ്രൈ പാനിലിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് ഈ കുക്കറിൽ തന്നെ ഇട്ടത്. കുക്കർ സ്റ്റീലിൻ്റെ കുക്കറാണ്. ചെറുതായിട്ടൊക്കെ ഒന്ന് അടിയിൽ പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതൊന്നും കാര്യമില്ല. പക്ഷേ നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയെടുത്ത് ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിനെ നന്നായിട്ട് അരിച്ചെടുക്കണം. ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് ആയിട്ടുള്ളത് കേട്ടോ. നല്ലൊരു മണമാണ് ഉരുളക്കിഴങ്ങ് വറുത്ത് കഴിഞ്ഞാലുണ്ടാവുക. ഒരുപാട് ഇങ്ങനെ കളറ് മാറി വരുമൊന്നും വേണ്ട. അതിനേക്കാൾ മുന്നേ തന്നെ നമുക്ക് ഇതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ അതാ നമ്മുടെ കുക്കർ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. കരിഞ്ഞു പോയതല്ല, ഇതിങ്ങനെ പിടിച്ചതാണ് കേട്ടോ, സ്റ്റീൽ പാത്രം ആയതുകൊണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം ക്യൂമിൻ സീഡാണ് കേട്ടോ, ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെരുംജീരകമല്ല, ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന, ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചതാണ്. ഒത്തിരി സമയം നമുക്കുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് ചതച്ചും അരിഞ്ഞൊക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ കുക്കറിൻ്റെ അടിയിൽ ഇങ്ങനെ ഉരുളക്കിഴങ്ങിൻ്റെ പീസൊക്കെ ചെറുതായിട്ട് കാണുന്നില്ല, ഇങ്ങനെ സ്ക്രാച്ച് ആയ പോലെ, അതെല്ലാം ഇതിൻ്റെ കൂടെ ഇങ്ങനെ അടർന്ന് വരും കേട്ടോ. നമ്മളിതിൽ ഈ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടല്ലോ, സവാള ഒന്ന് ക്രഷ് ചെയ്തെടുത്തപ്പോൾ. അപ്പോൾ അതാ കുക്കറൊക്കെ നല്ല ക്ലിയറായി വന്നിട്ടുണ്ട്. ഇത് ഒരു പ്രത്യേക മണമാണ് കേട്ടോ, ഇതിങ്ങനെ മിക്സായിട്ട് വരുമ്പോൾ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് വഴന്ന് വരണം, പച്ചമണമൊക്കെ മാറിയിട്ട്. അപ്പോൾ അത് വഴന്ന് വന്നിട്ടുണ്ട്. 1/2 സ്പൂണോളം മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് എടുക്കുമ്പോൾ കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. 1/2 സ്പൂണോളം മല്ലിപ്പൊടി, 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 സ്പൂണോളം ഗരം മസാലപ്പൊടിയാണ്. സാധാരണ നമ്മൾ ചിക്കൻ കറിയിലൊക്കെ ഇട്ട് കൊടുക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് ഞാൻ കൂടുതലും കറി വയ്ക്കാനാണ് ഉപയോഗിക്കുക. നന്നായിട്ട് പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരും കേട്ടോ, മസാലയും കൂടി ചേർത്തതുകൊണ്ട്. അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് ആയി വന്നിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ക്യാരറ്റും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാരറ്റും തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് വരണം. ഈ തക്കാളി ഇതിൽ കിടന്നിട്ടൊന്ന് ഇങ്ങനെ ഉടഞ്ഞ് വരണം. ഇതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും വെന്ത് വരും കേട്ടോ. അപ്പോൾ അതാ നല്ലോണം ആയി വന്നിട്ടുണ്ട്. ഇളക്കി കൊടുക്കണം കേട്ടോ, നല്ലോണം ഇളക്കി കൊടുക്കണം. ഇതാണ്
നമ്മുടെ മസാല. ഇതിൽ കൂടുതൽ ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല, ഒരുപാട് പണിയില്ല. ഇത് എത്ര അളവുകൾ അറിയാത്തവർക്ക് പോലും, പ്രത്യേകിച്ച് ഒട്ടും സമയമില്ലാത്തവർക്ക് പോലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയൊരു ബിരിയാണിയാണ്. ഇനി ഇതിലേക്ക് 2 പിടിയോളം മല്ലിയില ചേർത്ത് കൊടുക്കണം കേട്ടോ. മല്ലിയിലയും പുതിനയിലയും കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചതാണ്. അപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം ഇത് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്തു. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ബിരിയാണിക്ക് മസാലയൊക്കെ എപ്പോഴും ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് വഴറ്റിയും അതുപോലെ ഇളക്കിയൊക്കെ എടുക്കുമ്പോൾ അതിന് രുചി കൂടുകയുള്ളൂ. അപ്പോൾ അതാ മസാല ഇത്രയേ ഉള്ളൂ. ഒത്തിരി മസാലയോ അല്ലെങ്കിൽ ഒരുപാട് ആഡംബരങ്ങളോ ഒന്നും തന്നെ ഇല്ല. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി ഇങ്ങനെ ലെങ്തി ആയി പോകുന്നുണ്ട്, അതെല്ലാം കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കഴുകി വെള്ളം വാർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബസ്മതി റൈസും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് സ്പെഷ്യൽ മസാല അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സൈഡ് ഡിഷൊന്നും ഇല്ലാതെ തന്നെ ഇത് കഴിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇത് ലഞ്ച് ബോക്സിനായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാൽ ഉള്ളത് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അരി ഇട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ബസ്മതി റൈസ് ആണെങ്കിൽ മാത്രം നേരത്തെ കഴുകി വെച്ചാൽ മതി. സെല്ല റൈസ് ആണെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അതല്ല അമ്പേ മോറി പോലുള്ള അരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴുകിയ ഉടനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 2 കപ്പ് അരിക്ക് നമ്മളിതിൽ കുക്കറിലായതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നത് 3.5 കപ്പ് വെള്ളമാണ് കേട്ടോ. 1/2 കപ്പ് ഞാൻ കുറച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ആ മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റിയെടുത്തതാണ് കേട്ടോ, നമ്മൾ സവാളയൊക്കെ അരച്ചെടുത്തിട്ടുള്ള. അപ്പോൾ അതാ 3.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ, മല്ലിയിലയും പുതിനയിലയും പിന്നെ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ അത്യാവശ്യം ഇത് ഈ ഒരൊറ്റ ക്വാണ്ടിറ്റി മതിയാവും. എല്ലാം കറക്റ്റായിട്ട് വരും. നമ്മളിതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങില്ലേ, അത് ഇതിൻ്റെ മേളിലിങ്ങനെ പരത്തിയിട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഒരുപാട് ഇങ്ങനെ ഇളക്കി കൊടുക്കരുത്. ഉരുളക്കിഴങ്ങ് എപ്പോഴും ഇതിൻ്റെ മേളിലിങ്ങനെ നിൽക്കുന്ന രീതിയിൽ വേണം ഇത് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിതിൽ കാഷ്യൂനട്ടോ മുന്തിരിയോ സവാള വറുത്തതോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ വിസിൽ വരും, ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ 1 വിസിലൊക്കെ പോയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം നമ്മുടെ ബിരിയാണി എങ്ങനെ ഉണ്ടെന്നുള്ളത്. നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അധികം എരിവും ഒന്നും കൂടുതലില്ല, എന്നാൽ മസാലയൊന്നും ഇങ്ങനെ കുത്തുന്ന മസാലകളൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങുണ്ടോ നല്ലോണം വെന്തിട്ടാണുള്ളത് കേട്ടോ. ഇതിങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ മേളിൽ നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. നല്ല വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. ഈ ബിരിയാണി ഞാൻ ന്യൂ ഇയർ ഈവനിങ്ങിന് വെച്ചതാണ് കേട്ടോ. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഇഷ്ടമാവുന്നൊരു കിഡിലൻ രുചിയിലുള്ളൊരു ബിരിയാണി റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിൽ നെയ്യ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുക്കർ തുറന്ന സമയത്തൊന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുത്തുള്ള ബിരിയാണിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. ഒത്തിരി ആർഭാടങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.